PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 71/2022 കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് കേട്ടോ. പരീക്ഷയിൽ വന്ന ഓരോ ചോദ്യവും അതിനോടൊപ്പം ശരിയായ ഉത്തരവും ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായിട്ട് നിയമിതയായ വനിത ആരാണ്? 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചീഫ് സയൻറ്റിസ്റ്റായിട്ട് നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി ആണ് സൗമ്യ സ്വാമിനാഥനാണ്. ആരാണ്? സൗമ്യ സ്വാമിനാഥനാണ് കേട്ടോ. അപ്പോൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. നിലവിൽ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആണ്. ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആണ് കേട്ടോ. അപ്പോൾ UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഇത് മിക്കവാറും ചോദ്യം ചോദിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ. അന്താരാഷ്ട്ര നാണയനിധി IMF-ന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ക്രിസ്റ്റീന ജോർജീവ. ആരാണ്? ക്രിസ്റ്റീന ജോർജീവയാണ്. ലോകബാങ്ക് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ആരാണ്? അജയ് ബംഗയാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. യുണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? യുണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? കാതറിൻ റസ്സൽ ആണ്. കാതറിൻ റസ്സൽ. യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ഖാലിദ് എൽ എനാനിയാണ്. ആരാണ്? ഖാലിദ് എൽ എനാനിയാണ്. അപ്പോൾ ഭക്ഷ്യ കാർഷിക സംഘടന FAO-യുടെ ഡയറക്ടർ ജനറൽ ആരാണ്? FAO-യുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ക്യു ഡോങ്ക്യു ആണ്. ആരാണ്? ക്യു ഡോങ്ക്യു ആണ് കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി ഉണ്ട് അല്ലേ, IAEA. എന്താണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA-യുടെ ഡയറക്ടർ ജനറൽ ആരാണ്? റാഫേൽ മരിയാനോ ഗ്രോസി ആണ്. ആരാണ്? റാഫേൽ മരിയാനോ ഗ്രോസി ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളെല്ലാം പഠിക്കുക. 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചീഫ് സയൻറ്റിസ്റ്റ് ആയിരുന്നു സൗമ്യ സ്വാമിനാഥൻ. മറ്റു പോയിന്റുകളെല്ലാം ഓർത്തുവയ്ക്കുക. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ A ആണ്. 5+3+3+4 ആണ് കേട്ടോ. അപ്പോൾ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എന്താണ്? 5+3+3+4 ആണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ചിത്രം എന്താണ്? പുതിയ 500 രൂപയിൽ കാണപ്പെടുന്ന ചിത്രം എന്താണ്? ചെങ്കോട്ടയാണ് അല്ലേ. എന്താണ്? ചെങ്കോട്ടയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ 10 രൂപയിൽ എന്താണുള്ളത്? 10 രൂപയിലെ കൊണാർക്ക സൂര്യക്ഷേത്രമാണ് അല്ലേ. 10 രൂപയിലെ കൊണാർക്ക സൂര്യക്ഷേത്രമാണ്. 10 രൂപയുടെ നിറം എന്താണ്? ചോക്ലേറ്റ് ബ്രൗൺ ആണ്. എന്താണ്? ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ 20 രൂപയിൽ കാണപ്പെടുന്ന എല്ലോറയാണ്. എന്താണ്? 20 രൂപയിൽ എല്ലോറയാണ്. 20 രൂപയുടെ നിറം എന്താണ്? പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. 20 രൂപയിൽ എല്ലോറയാണ് കാണപ്പെടുന്നത്. അപ്പോൾ 50 രൂപയിലോ? 50-ൽ ഹംപിയാണ്. 50-ൽ ഹംപിയാണ്. നീല നിറമാണ്, ബ്ലൂ. 50 ഹംപി ബ്ലൂ നിറമാണ്. ഓക്കെ. 100 രൂപയിൽ റാണി കി വാവാണ് അല്ലേ. റാണി കി വാവാണ് 100 രൂപ. അതിന്റെ നിറം എന്താണ്? ലാവൻഡർ ആണ് അല്ലേ. എന്താണ്? ലാവൻഡർ ആണ്. 100 രൂപ റാണി കി വാവാണ് അതിലെ ചിഹ്നം. 200 രൂപയോ? 200 രൂപയിൽ സാഞ്ചി സ്തൂപമാണ്, മഞ്ഞ നിറമാണ്. 200 സാഞ്ചി സ്തൂപം, മഞ്ഞ നിറം. ഓക്കെ. 500 രൂപയിലാണ് ചെങ്കോട്ട. ചെങ്കോട്ട സ്റ്റോൺ ഗ്രേ നിറമാണ്. 500 രൂപയിൽ ചെങ്കോട്ടയാണ്, സ്റ്റോൺ ഗ്രേ നിറമാണ്. ഒരു കാലത്ത് 2000-ന്റെ ഇറങ്ങിയിരുന്നു. അപ്പോൾ 2000-ൽ എന്താണ്? മംഗൾയാനാണ്. എന്താണ്? മംഗൾയാനാണ്. മജന്ത നിറമായിരുന്നു കേട്ടോ. എങ്കിലും അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. നാലാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? 2024 കഴിഞ്ഞ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? പാരീസിലായിരുന്നു അല്ലേ. 2024 ഒളിമ്പിക്സിന്റെ വേദി ഏതായിരുന്നു? പാരീസ്, ഫ്രാൻസ് ആയിരുന്നു കേട്ടോ. അത് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു? 33ാമത് സമ്മർ ഒളിമ്പിക്സ് ആയിരുന്നു. 33ാമത് സമ്മർ ഒളിമ്പിക്സ് ആയിരുന്നു പാരീസിൽ നടന്നത്. ബ്രേക്കിംഗ് ആദ്യമായിട്ട് മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തിയത് ഏതിലായിരുന്നു? ഈ പാരീസ് ഒളിമ്പിക്സിലായിരുന്നു കേട്ടോ. അതിൽ ഇന്ത്യ 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകളുമായിട്ട് 71ാമത് സ്ഥാനത്താണ് നമ്മൾ ഫിനിഷ് ചെയ്തത്.
ഇന്ത്യക്ക് എന്താ കിട്ടിയത്? 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുമായിട്ട് 71ാമത് സ്ഥാനം നേടി. അപ്പോൾ ഒന്നാമത് വിജയിച്ചത് ആരാണ്? മെഡൽ പട്ടികയിൽ ഒന്നാമത്തെ സ്ഥാനം നേടിയത് അമേരിക്കയായിരുന്നു. ആരാണ്? അമേരിക്കയാണ്. രണ്ടാം സ്ഥാനം ആരാ നേടിയത്? രണ്ടാമത് നേടിയത് ചൈനയായിരുന്നു. മൂന്നാമത്തെ സ്ഥാനം നേടിയത് ജപ്പാനാണ്. ഒന്നാമത്തെ നേടിയത് ആരാണ്? അമേരിക്കയാണ്. 2 ചൈനയാണ്. മൂന്നാമത്തെ സ്ഥാനം നേടിയത് ജപ്പാനാണ്. ഇന്ത്യക്ക് ലഭിച്ചത് 71ാമത് സ്ഥാനമാണ്. മൊത്തം 6 മെഡൽ ഇന്ത്യ നേടി. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്തിരിക്കുക. അപ്പോൾ 2024 ഒളിമ്പിക്സിന്റെ വേദി നമ്മൾ നോക്കി പാരീസ്, ഫ്രാൻസ് ആയിരുന്നു. 33ാമത് എഡീഷൻ ആയിരുന്നു. ബ്രേക്കിംഗ് ആദ്യമായിട്ട് മത്സര ഇനമായി ഉൾപ്പെടുത്തിയത് എപ്പോഴായിരുന്നു? 2024 ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യ നേടിയതൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം ഇനി പ്രധാനപ്പെട്ട വേദികൾ നോക്കിയാലോ? 2026 ഏഷ്യൻ ഗെയിംസിന് വേദി ഏതാണ്? 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി നഗോയയാണ്. ഏതാണ്? ഐച്ചി നഗോയയാണ് ഏഷ്യൻ ഗെയിംസ് വേദി. ഐച്ചി നഗോയ എവിടെയാണ്? ജപ്പാനിലാണ് അല്ലേ? ഐച്ചി നഗോയ എവിടെയാണ്? ജപ്പാനിലാണ്. 2026 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ എവിടെയാണ് വേദി? 2026 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദിയാവുന്നത് ഓസ്ട്രേലിയയാണ്. എവിടെയാണ്? ഓസ്ട്രേലിയ ആണ്. 2026 വനിതാ T20 ലോകകപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? 2026 വനിതാ T20 ലോകകപ്പിന് വേദിയാവുന്നത് ഇംഗ്ലണ്ടാണ്. എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദി ലോസ് ഏഞ്ചൽസ് ആണ്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദി എവിടെയാണ്? അത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ ആണ്. 2032 വേദിയാവുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ ആണ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഇനി നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ഉപകാരമാകും. 5ാമത്തെ ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? മൃതസഞ്ജീവനിയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള പദ്ധതി മൃതസഞ്ജീവനി എന്നാണ് അല്ലേ? അപ്പോൾ കേരളത്തിലെ പ്രധാന പദ്ധതികൾ ഒന്ന് നോക്കാം. 5ാമത്തെ ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യാനുള്ള പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. ഓപ്ഷൻ എ മൃതസഞ്ജീവനിയാണ് അല്ലേ? ഇത്തരത്തിൽ ധാരാളം പദ്ധതികളുണ്ട്. ഒരു PYQയിൽ നമുക്കതൊക്കെ നോക്കാം. അതായത് കേരള സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി അർബുദ രോഗം നേരത്തെ കണ്ടെത്താനും അതുപോലെ അവബോധം നൽകാനുമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേരള ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ക്യാൻസർ കണ്ടെത്താനും അത് അവബോധം നൽകാനുമായിട്ടുള്ള പദ്ധതി ഏതാണ്? അത് ആരോഗ്യം ആനന്ദമാണ്. സാമൂഹ്യനീതി വകുപ്പ് 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം ആണ്. എന്താണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വയോമിത്രം നടപ്പിലാക്കുന്നത് എത്ര വയസ്സുള്ളവർക്കാണ്? 60+ ഉണ്ടായിരുന്നു, 60-ൽ താഴെ എന്നുണ്ടായിരുന്നു. ഉത്തരം എന്താണ്? 65 വയസ്സിന് മുകളിലാണ് കേട്ടോ. നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? എന്താണ് ആ പദ്ധതി? ഉഷസ് എന്നതാണ്. ഉഷസ് ആണ്. കേരള സർക്കാരിന്റെ മരണാനന്തര അവയവം മാറ്റിവെക്കുന്ന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ് അല്ലേ? മൃതസഞ്ജീവനിയാണ്. കുട്ടികളെ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കാനുള്ള കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കൂട്ട് ആണ്. എന്താണ്? കുട്ടികളെ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? അത് കൂട്ട് എന്നാണ്. 2026-27 കേരള ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധാരാളം പദ്ധതികൾ വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന പദ്ധതി മിഷൻ സമുദ്രയാണ്. ഇത്തരത്തിൽ ധാരാളം പദ്ധതികൾ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ കൈകാര്യം ചെയ്തിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. 6ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. ഓപ്ഷൻ ബി ആണ് ഫെബ്രുവരി 21. ഓക്കെ. 7ാമത്തെ ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത.
നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? കേരളത്തിൽ നിലവിലുള്ള ലോകായുക്ത ആരാണ് എന്നതാണ് ചോദ്യം. ആരാണ് കേരളത്തിലെ നിലവിലെ ലോകായുക്ത? 2026 ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ. അപ്പോൾ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഇത് ഈ അടുത്തിടെ മാറിയില്ലേ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ്. ബിശ്വനാഥ സിൻഹ. അപ്പോൾ കേരള സംസ്ഥാന പോലീസ് മേധാവി, കേരളത്തിലെ DGP ആരാണ്? കേരള DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് അഥവാ DGP ആരാണ്? രവാഡ എ ചന്ദ്രശേഖർ ആണ് അല്ലേ? ആരാണ്? രവാഡ എ ചന്ദ്രശേഖർ ആണ് അല്ലേ? കേരള PSC ചെയർമാൻ ആരാണ്? ഇതിടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ? കേരള PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. കേരള PSC ചെയർമാൻ MR ബൈജു എന്നാണ്. എട്ടാമത്തെ ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. ആരാണ്? ഇംഗ്ലണ്ടാണ് കേട്ടോ. 2019 ICC ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ടും വെയിൽസും ആയിരുന്നു. ഇത് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു? 12ാമത് ഏകദിന ലോകകപ്പായിരുന്നു കേട്ടോ. എത്ര ടീമാണ് പങ്കെടുത്തത്? 10 ടീമുകളാണ് പങ്കെടുത്തത്. എത്ര ടീമാണ്? 10 ടീം പങ്കെടുത്തിരുന്നു. ഇംഗ്ലണ്ട് ആദ്യമായിട്ട് ലോകകപ്പ് കിരീടം നേടിയത് എപ്പോഴാണ്? 2019. ഓക്കെ. റണ്ണറപ്പ് ആയത് ന്യൂസിലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ട് ആദ്യമായിട്ട് ലോകകപ്പ് കിരീടം നേടിയതും റണ്ണറപ്പ് ന്യൂസിലാൻഡ് ആയിരുന്നു. ഓക്കെ. ഫൈനൽ ലോർഡ്സ് ലണ്ടനിൽ നടന്നു. ഫൈനൽ നടന്ന വേദി എവിടെയാണ്? ലണ്ടനിലെ ലോർഡ്സിലാണ്. ഓക്കെ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്? പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ്? കെയ്ൻ വില്യംസൺ ആയിരുന്നു. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കെയ്ൻ വില്യംസൺ ആയിരുന്നു. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരായിരുന്നു? 648 റൺസ് നേടി രോഹിത് ശർമ്മയായിരുന്നു. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? മിച്ചൽ സ്റ്റാർക്കാണ്. ആരാണ്? മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. 9ാമത് ചോദ്യം, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക, തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എന്താണ്? ഓപ്ഷൻ ഏതാണ് ശരി? D ആണ് അല്ലേ? 1, 2, 3 ഇവ ശരിയാണ് അല്ലേ? ഉത്തര അറ്റ്ലാന്റിക് സഖ്യം നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി രൂപീകരിച്ചത് എപ്പോഴാണ്? 1949 ഏപ്രിൽ 4-നാണ്. അത് ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ആ ഉത്തരവും ശരിയാണ്. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക ആക്രമണം തടയുക എന്നതാണ് ലക്ഷ്യം. അതും ശരിയാണ് അല്ലേ? 3 ഓപ്ഷനുകളും ശരിയാണ് അല്ലേ? അപ്പോൾ നാറ്റോ രൂപീകരിച്ചത് എപ്പോഴാണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി രൂപീകരിച്ചത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 ഏപ്രിൽ 4-നാണ് രൂപീകരിച്ചത് അല്ലേ? ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം രൂപീകരിച്ചത് എവിടെയാണ്? ബ്രസൽസ് ആണ്. ബ്രസൽസ് ബെൽജിയത്താണ് അല്ലേ? നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 32 അംഗരാജ്യങ്ങളാണ്. 32 അംഗരാജ്യങ്ങളാണ് നിലവിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ 2023 പുതിയ അംഗമായിട്ട്, ഏറ്റവും പുതിയ അംഗമായിട്ട് ചേർന്നത് ഫിൻലാൻഡ് ആണ്. ഓക്കെ. സ്വീഡൻ അതിൽ 2024 അംഗമായിട്ടുണ്ട്. നാറ്റോയുടെ നിലവിൽ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെയാണ് അല്ലെ? അത് ഓർത്ത് വയ്ക്കുക. മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. നാറ്റോയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കൂട്ടായ പ്രതിരോധമാണ് അല്ലെ? കളക്റ്റീവ് ഡിഫൻസ് ആണ്. നാറ്റോയുടെ അടിസ്ഥാന തത്വമായ ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കുന്നു. ഈ പോയിന്റുകൾ ഓർത്തു വയ്ക്കുക. ഇതെല്ലാമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഈ പോയിന്റ്സ് എല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQ ആണ്. ഓർത്തു വയ്ക്കുക. 10ാമത്തെ ചോദ്യം, 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായിട്ട് 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിനായിട്ട് മോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് അല്ലേ? പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് അല്ലേ? അപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് സ്കീംസ് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന പദ്ധതികൾ കുറച്ച് നോക്കാം. ഒന്നാമത്തത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന അല്ലേ? പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന 2024-ലാണ് ഈ പദ്ധതി തുടങ്ങിയത്. വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് സൗജന്യമായിട്ട് വൈദ്യുതി ലഭിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ത്? സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പദ്ധതി ആയുഷ്മാൻ ഭാരത് PMJ. ആയുഷ്മാൻ ഭാരത് എന്താണ്? ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്താണെന്നോ? അത് 2018 തുടങ്ങിയ പദ്ധതിയാണ് കേട്ടോ. സാമ്പത്തികപരമായിട്ട് പിന്നോക്ക കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിലൂടെ മികച്ച ചികിത്സ നൽകാനുള്ള പദ്ധതിയാണിത്. എന്താണ്?
സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിലൂടെ മികച്ച ചികിത്സ നൽകാനുള്ള പദ്ധതി. ഓക്കെ. നെക്സ്റ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നാണ്, PM കിസാൻ എന്നാണ് ചോദിക്കുക അല്ലെ. 2019 ഫെബ്രുവരി 24 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു പദ്ധതിയാണ് PM കിസാൻ എന്നത്. ഓക്കെ. ഉന്നതി യോജന എന്താണ്? ഉന്നതി യോജന എന്നത് 2024 തുടങ്ങിയതാണ് കേട്ടോ. വടക്കു കിഴക്കൻ മേഖലയിലെ വ്യവസായ വികസനവും തൊഴിലവസര സൃഷ്ടിയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഇത്. ഓക്കെ. PM ബസ് സേവ എന്ന ഒരു പദ്ധതിയുണ്ട്, 2023 തുടങ്ങിയതാണ്. ഏതാണ്? PM ബസ് സേവ. അതായത് രാജ്യത്തെ നഗരങ്ങളിലെ ഇലക്ട്രിക് ബസ് വിന്യസിച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണ് ഈ PM ബസ് പദ്ധതി. ഓക്കെ. പൃഥ്വി വിജ്ഞാൻ എന്ന പദ്ധതി ഉണ്ട്. പൃഥ്വി വിജ്ഞാൻ 2024 തുടങ്ങിയതാണ്. ഭൂമി, സമുദ്രം, അന്തരീക്ഷം, കാലാവസ്ഥ ഇവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പദ്ധതിയാണിത്. ഓക്കെ. മിഷ്ടി യോജന എന്ന പദ്ധതി എന്താണ്? തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷിക്കാനും വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് മിഷ്ടി എന്നത്. ഓക്കെ. പ്രധാനമന്ത്രി ജൻധൻ യോജനയുണ്ട് അല്ലേ. എന്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന? 2014 തുടങ്ങിയത്. എല്ലാ പൗരന്മാർക്കും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കിയിട്ട് സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടി സാമ്പത്തികത ഉൾപ്പെടുത്താൻ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്താ? പ്രധാനമന്ത്രി ജൻധൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.